എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിലെ ഫ്രൂട്ട്സ് ഗാർഡനാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത്. ഞാൻ സാൻഡി ജോർജ്. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. 30 സെൻറ്റ് സ്ഥലത്ത് 3000 സ്ക്വയർ ഫീറ്റ് വീട് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സ്ഥലമാണ് ഗാർഡൻ ആക്കിയിരിക്കുന്നത്. കടന്നു വരുമ്പോൾ തന്നെ ഒരു സൈഡിലായിട്ട് ഒരു മിറാക്കിൾ ഫ്രൂട്ടാണ് വെച്ചിരിക്കുന്നത്. മിറാക്കിൾ ഫ്രൂട്ട് കഴിച്ചിട്ട് കുറച്ച് നേരത്തേക്ക് മറ്റെന്ത് കഴിച്ചാലും നല്ല മധുരമുള്ളതായി തോന്നും. ഇതൊരു മാവാണ്. ഇതൊരു വിയറ്റ്നാം എയർലി പ്ലാവാണ്. ഇതിനകത്ത് മിക്കവാറും സമയങ്ങളിൽ ചക്കയുണ്ടാകും. ഒത്തിരി വലുതാകില്ല. ഇത് നടാനായിട്ട് കുറച്ച് സ്ഥലം മതി എന്നുള്ളതാണ്. അതായത് നമുക്ക് ട്രമ്മിൽ വേണമെങ്കിലും വിയറ്റ്നാം എയർലി പ്ലാവ് നട്ടുപിടിപ്പിക്കാം. ഇത് മാംഗോസ്റ്റിൻ്റെ ഫ്രൂട്ട് ട്രീ ആണ് കേട്ടോ. ഇപ്പോൾ അതിനകത്ത് ഫ്രൂട്ടില്ല. ഇപ്പോൾ ഇവിടെ അധികം പൊക്കത്തിൽ വളരാത്ത ഒരു കോക്കനട്ട് ട്രീ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഈ കാണുന്നത് ഒരു ജാതിയുടെ മരമാണ് കേട്ടോ. അതിനകത്ത് ധാരാളം കായകൾ ഇപ്പോഴുണ്ട്. ഇത് അധികം ഹൈറ്റ് ആകുന്നതിന് മുമ്പ് തേങ്ങയുണ്ടാകുന്ന ഒരു കോക്കനട്ട് ട്രീ ആണ്. ഇതൊരു ആവക്കാഡോയുടെ മരമാണ് കേട്ടോ. ഇത് ബഡ് ചെയ്ത മരമാണ്. ഇതൊരു മാതള നാരങ്ങയുടെ മരമാണ്. അത് പിടിച്ചു വരുന്നതേ ഉള്ളൂ. ഇതൊരു താമരയുടെ ചെടിയാണ്. ഇതൊരു അബിയു ഫ്രൂട്ടിൻ്റെ പ്ലാന്റാണ്. ഒരു ആവക്കാഡോയും കൂടി ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ചെറുപ്പത്തിൽ തന്നെ കായ്ക്കുന്ന ഒരു മാവാണ് ഇവിടെ വെച്ച് പിടിപ്പിച്ചേക്കുന്നത്. ഒരു ജാതി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതൊരു പച്ചമുളകിൻ്റെ പ്ലാന്റാണ്. ഇതൊരു റെഡ് ലേഡി പപ്പായയാണ്. ഈ പ്ലാവ് ഒരു നാടൻ പ്ലാവാണ്. ഇതൊരു ആത്തമരമാണ് കേട്ടോ, കസ്റ്റാർഡ് ആപ്പിള്. ഇതിൻ്റെ ഫ്രൂട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ടാണ്. ഇവിടെ ഒരു വിയറ്റ്നാം എയർലി ജാക്ക് ഫ്രൂട്ടിൻ്റെ മരവും കൂടിയുണ്ട്. അതിനകത്ത് ജാക്ക് ഫ്രൂട്ട് ഉണ്ടായി തുടങ്ങുന്നേ ഉള്ളൂ. ഇതൊരു മാംഗോസ്റ്റിൻ്റെ ബഡ് ചെയ്ത പ്ലാന്റാണ് കേട്ടോ. കായ്ച്ചു തുടങ്ങിയ ഒരു റംബൂട്ടാൻ്റെ ട്രീ ആണ് ഇത്. ബഡ് ചെയ്ത ഒരു മാവാണ് ഇത്. ഇവിടെ വേറൊരു ജാതിയും കൂടി നട്ടുപിടിപ്പിക്കുന്നുണ്ട്. ഇവിടെ വീട്ടാവശ്യത്തിനുള്ള ഇഞ്ചി നട്ടിട്ടുണ്ട്. കുറച്ച് വഴുതനയുടെ പ്ലാന്റ് ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇതൊരു നാടൻ പ്ലാവാണ്.
ഇവിടെ ഒരു വലിയ കറിവേപ്പുണ്ട്. ഇത് മഞ്ഞളിൻ്റെ ചെടിയാണ്. ഇത് പുഴുങ്ങി ഉണങ്ങി പൊടിച്ചാണ്, മില്ലിൽ കൊടുത്തുവിട്ട് പൊടിച്ചാണ് നമ്മൾ വീട്ടിലേക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി ഉണ്ടാക്കുന്നത്. മാമ്പഴം എല്ലാവർക്കും ഇഷ്ടമായത് കാരണം പലതരത്തിലുള്ള മാവ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. വിയറ്റ്നാം വേലി പ്ലാവ് മൊത്തം 3 എണ്ണമാണ് ഉള്ളത്. ഇത് നെല്ലിമരമാണ് കേട്ടോ. ഇതിൽ ധാരാളം നെല്ലിക്ക ഉണ്ടാകാറുണ്ട്. കട്ട് ചെയ്ത ഒരു പേരയാണ്. വീട്ടാവശ്യത്തിനുള്ള പേരയ്ക്ക ഈ ഒരൊറ്റ മരത്തിൽ നിന്ന് തന്നെ കിട്ടും. ഇതൊരു നാരകമാണ്. വീട്ടിലേക്ക് ആവശ്യമുള്ള ചെറുനാരങ്ങ ഈ മരത്തിൽ നിന്ന് തന്നെ കിട്ടും. ഇതൊരു കടപ്ലാവാണ്. ധാരാളം കടച്ചക്കകൾ ഉണ്ടാകാറുണ്ട്. ഈ ജാതിയിലും നിറയെ ജാതിക്കയുണ്ട്. ഇതൊരു ബട്ടർ ഫ്രൂട്ടാണ്. മിക്കവാറും എല്ലാ കാലങ്ങളിലും ഇതിനകത്ത് ഫ്രൂട്ടുണ്ട്. കുറച്ച് ചേമ്പ് ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഈ കുമ്പളങ്ങ വിളവെടുക്കാൻ പാകമായിട്ടുണ്ട്. ഈ ചെറുനാരകത്തിൽ നിറയെ നാരങ്ങ ഇപ്പോഴുണ്ട്. അബിയു പ്ലാന്റിൽ ഏകദേശം 10ഓളം ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട്. ഫ്രൂട്ട്സ് പഴുത്ത് വരുന്നതേ ഉള്ളൂ. സപ്പോട്ട നിറയെ കാച്ചു നിൽപ്പുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്